നമസ്കാരം, ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. നിങ്ങൾക്കറിയാമോ, സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയ ആൾ കിടപ്പിലായി പോകും. നമുക്കറിയാം സ്പൈനൽ കോഡിനെ പറ്റി. സ്പൈനൽ കോഡ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗം ഏതാണ്? മസ്തിഷ്കം അഥവാ ബ്രെയിൻ. മസ്തിഷ്കത്തിൻ്റെ അടിവശത്ത് നിന്ന്, അതായത് അതിൻ്റെ ലോവർ പാർട്ട് ഓഫ് ദ ബ്രെയിനിൽ നിന്ന് താഴേക്ക് നട്ടലിൻ്റെ ഉള്ളിലൂടെ സാക്രൽ ബോണിൻ്റെ അവിടെ വരെ എത്തുന്ന പ്രധാനപ്പെട്ട അവയവമാണ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് ഒരു കൂട്ടം ഞരമ്പുകൾ അഥവാ നാഡികൾ ചേർന്നുണ്ടായതാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ നീളം ഏകദേശം 45 സെൻറ്റിമീറ്ററാണ്. അത് നമുക്കൊരു ഹൈവേ ആയിട്ട് കണക്കാക്കാം. അതായത് തലച്ചോറിൻ്റെ മറ്റു ഭാഗങ്ങൾ, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി കണക്ട് ചെയ്യുന്ന ഒരു ഹൈവേയുടെ പ്രധാനപ്പെട്ട റോഡായിട്ട് അതിനെ കണക്കാക്കാം. അതിൽ നിന്നുള്ള പല പല ബ്രാഞ്ചുകളാണ് നെർവ്സ് അഥവാ നാഡികൾ എന്ന് പറയുന്നത്. ഈ നാഡികളെല്ലാം തലച്ചോറിൽ നിന്ന് സ്പൈനൽ കോഡ് വഴി അതിൻ്റെ ടാർഗറ്റ് ഓർഗനുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പം തിരിച്ചും, അതായത് ആ ടാർഗറ്റ് ഓർഗനിൽ നിന്നുള്ള സിഗ്നലുകളെല്ലാം ഈ നാഡികൾ വഴി സ്പൈനൽ കോഡിലെത്തുകയും ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വഴിയായിട്ടാണ്, പ്രവർത്തനം വഴിയായിട്ടാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഉദാഹരണം, നമ്മുടെ ചലനശേഷി, നമ്മുടെ സ്പർശനം, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളുടെ പ്രവർത്തനം, ഉദാഹരണം ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, നമ്മുടെ ദഹനം തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഈ സ്പൈനൽ കോഡിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനം മൂലമാണ്. അപ്പോൾ സ്പൈനൽ കോഡിന് ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായും 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1, നമ്മൾ കറക്റ്റായിട്ടുള്ള പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. 2, നമ്മൾ ഭാരമെടുക്കുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള ടെക്നിക്ക് വഴിയായി മാത്രം ചെയ്യുക. 3, യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 4, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതശൈലി മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡ്, നമ്മുടെ ഒരു ജീവനാഡിയെ നമ്മുടെ ആരോഗ്യപരമായി വെക്കാൻ കഴിയും. കൂടുതൽ വിവരമായി തിരിച്ചു വരാം. നന്ദി.